നമസ്കാരം സ്റ്റുഡൻസ്, നമ്മളപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ക്രാഷ് കോഴ്സിലെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഫിസിക്കൽ കെമിസ്ട്രിയിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പഠിച്ചു പോയത്. സെക്കൻഡ് ഇയറിലത്തെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പഠിച്ചു വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് എന്താണ്, നമ്മൾ പുതിയൊരു ടോപ്പിക് തുടങ്ങുകയാണ്. ആ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. അതും ഫിസിക്കൽ കെമിസ്ട്രി തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യണത് അല്ലേ. ഫിസിക്കൽ കെമിസ്ട്രി ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ, ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമ്മൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നതിൽ നിന്ന് ഒരു 25% ഒക്കെ എന്ത് വരാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. അതുകൊണ്ടാണ് സെക്കൻഡായിട്ട് നമ്മൾ എന്ത് ചെയ്തത്, ആ ചാപ്റ്റർ സെലക്ട് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, കെമിക്കൽ കൈനറ്റിക്സ് ആണ്. കെമിക്കൽ കൈനറ്റിക്സ് ആണ് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ, നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്റർ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അത് കെമിസ്ട്രിയുടെ തന്നെ ഒരു ബ്രാഞ്ച് ആണ്. ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ റേറ്റ് ഓഫ് റിയാക്ഷൻസ്. എല്ലാ റിയാക്ഷൻ്റെയും റേറ്റ് ഓഫ് ദി റിയാക്ഷൻസ്, എല്ലാ റിയാക്ഷൻ്റെയും റേറ്റ് കണ്ടുപിടിക്കുന്ന ആ ഒരു ബ്രാഞ്ച്, കെമിസ്ട്രിയുടെ ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, നമ്മൾ കോമൺ ആയിട്ട് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞു? കെമിക്കൽ കൈനറ്റിക്സിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറയുന്നത്, ആ ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ആ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ്? ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പോൾ ത്രൂ ഔട്ട് ദ ചാപ്റ്റർ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്, ഒരു റിയാക്ഷന്റെ റേറ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞു, ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ആണ്, വിച്ച് ഡീൽസ് വിത്ത് എന്താണ്, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ആയിട്ട്. അപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ അതിന്റെ ഡെഫിനിഷൻ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ഡീൽസ് വിത്ത് റേറ്റ് ഓഫ് റിയാക്ഷൻസ്. എന്താണ്? ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് റേറ്റ് ഓഫ് റിയാക്ഷൻ. ദാറ്റ്സ് പോയിന്റ്. എന്താണ്? റേറ്റ് ഓഫ് റിയാക്ഷനെയാണ് ഡീൽ ചെയ്യുന്നത്. ആൻഡ് ഇൻക്ലൂഡിംഗ് ഇഫക്ട് ഓഫ് temperature, pressure, concentration and etc. Temperature, pressure and concentration etc. നമുക്ക് എന്താണ്, ടെമ്പറേച്ചറിന്റെ ഇഫക്റ്റ്, പ്രഷറിന്റെ ഇഫക്റ്റ്, കോൺസെൻട്രേഷന്റെ ഇഫക്റ്റ്, അതുപോലുള്ള എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസുകളുടെ ഇഫക്റ്റുകളെ കൂടി അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, വെലോസിറ്റി, സ്പീഡ്, ഡയറക്ഷൻ ഒക്കെയാണ് സ്പീഡൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കണേ. ഇനി ഡയറക്ഷനും എനർജി ചേഞ്ചും ഒക്കെ നമ്മൾ പഠിക്കേണ്ട, റിയാക്ഷന്റെ എനർജി ചേഞ്ചും ഒക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ കെമിസ്ട്രി തന്നെ വേറൊരു ചാപ്റ്റർ ആണ്, തെർമോഡൈനാമിക്സ് ആണ്. അവിടെ ഉണ്ടാവുന്ന എനർജി ചേഞ്ച് എന്താണെന്ന് പഠിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ഓരോരോ ചാപ്റ്ററിലായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്, റേറ്റ് ഓഫ് റിയാക്ഷൻ. കെമിക്കൽ കൈനറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് കിട്ടുകയാണ്, ഒരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. ദ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്, അവിടെ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് റിയാക്ഷനെ കുറിച്ച് പഠിക്കുന്നതാണോ എന്ന് പറഞ്ഞു കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. എന്താണ്, കോൺസെൻട്രേഷന്റെ ചേഞ്ചും ടൈം ടേക്കണും തമ്മിലുള്ള എന്താണ് റേഷ്യോ ആണ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഇക്വേഷൻ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ എടുക്കുക, എ ഗിവ്സ് പി എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്നത് ഒരു റിയാക്ടന്റ് ആണ്, പി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. ആ റിയാക്ടന്റ് റിയാക്ഷനിൽ നിന്ന് എന്തായി മാറാണ്, പ്രൊഡക്റ്റ് ആയിട്ട് മാറാണ്. അപ്പോൾ ഇവരുടെ കോൺസെൻട്രേഷന്റെ ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ദി റിയാക്ഷൻ. കോൺസെൻട്രേഷൻ ചേഞ്ച് ആണ് നമ്മൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. എത്ര ടൈമിലാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയുന്നു, റേറ്റ് ഓഫ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ കോൺസെൻട്രേഷൻ ചേഞ്ച് എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെടുക്കാണ്, റേറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് ഡെൽറ്റ സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എടുക്കുകയാണ്. എന്താണ്, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, ആ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ആ ചേഞ്ച് കാണിക്കാൻ വേണ്ടി നമ്മൾ ഡെൽറ്റ സി ബൈ ഡെൽറ്റ ടി നിൽക്കുകയാണ്. ഇനി ഒരു കണ്ടീഷൻ അതായത് എപ്പോഴും എന്തായിരിക്കും, പ്ലസ് ഓർ മൈനസ് ആയിരിക്കും. എപ്പോഴും എന്താണ്, നെഗറ്റീവ് വാല്യൂവോ പോസിറ്റീവ് വാല്യൂവോ വരാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ
പ്ലസ് ഓർ മൈനസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ആണ് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇവിടെ നോക്കുക, ഡെൽറ്റ സി എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ദി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആണ്. സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. ടി എന്ന് പറയുന്നത് ടൈം ആണ്. അത് നോക്കി വെക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമുക്കറിയാം ഈ റിയാക്ഷൻ എന്താണ്? ഈ റിയാക്ഷനിൽ റേറ്റ് ഉണ്ടാവണം. നമുക്കറിയാം റിയാക്ഷൻ റേറ്റ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ. കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെ അറിയാം? ഇവിടെ എ എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ടന്റ് ആണ്. ആ റിയാക്ടന്റ് എന്തായി മാറാണ്? ബി ആയിട്ട് മാറാണ്. അപ്പോൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് സംഭവിക്കുന്നു? കുറവാകുന്നു. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റിന് അവിടെ എന്ത് സംഭവിക്കുകയാണ്? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ടന്റിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ അവിടെ ഡിക്രീസിങ് വാല്യൂ ആണ് കാണിക്കുന്നത്. ആൻഡ് പ്രൊഡക്റ്റിന്റെ കേസിലാണ് പറയുന്നത് അവിടെ കോൺസെൻട്രേഷൻ എന്താണ്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എന്താണ്? റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ആണ്. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അപ്പൊ എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്? കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ദി റിയാക്ഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ്. അവിടെ എന്താണ്? ടെമ്പറേച്ചറിന്റെ, പ്രഷറിന്റെ, കോൺസെൻട്രേഷൻ ഇഫക്റ്റുകളെയൊക്കെ അതിലെന്ത് ചെയ്തിട്ടുണ്ടാവും? അതിന്റെ ഫാക്ടേഴ്സിനെ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ്? കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മള് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ പഠിച്ചു. റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയ എന്താണ്? റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സി ബൈ ഡെൽറ്റ ടി എന്നാണ്. ഇവിടെ എന്താണ് സി എന്ന് പറയുന്നത്? സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. ആൻഡ് ടി എന്ന് പറയുന്നത് ടൈം ടേക്കൺ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ്? റേറ്റ് ഓഫ് ദി റിയാക്ഷന് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടോ. അങ്ങനെയാണ് നമ്മുടെ മുന്നിൽ കിട്ടുന്ന ഓരോ റിയാക്ഷന്റെയും റേറ്റ് ഓഫ് ദി റിയാക്ഷൻ നമുക്ക് ഈ ഇക്വേഷനിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഞാനിപ്പോ എന്താണ്? ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എടുക്കുകയാണ്. ഇപ്പൊ ഒരു ജനറൽ ഇക്വേഷൻ എടുക്കുകയാണ്. ആ ജനറൽ ഇക്വേഷന്റെ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പൊ നോക്കുക, ജനറൽ ഇക്വേഷൻ എ എ പ്ലസ് ബി ബി ഗിവ്സ് സി സി പ്ലസ് ഡി ഡി. ഇതാണ് നമ്മളൊരു ജനറൽ ഇക്വേഷൻ. ജനറൽ ഇക്വേഷൻ എടുക്കുകയാണ്. എ ബി ആർ ദ റിയാക്ടന്റ് ആൻഡ് സി ആൻഡ് ഡി ആർ ദ പ്രൊഡക്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ നമ്മൾ പറഞ്ഞു എന്താണ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി കമ്പോണൻസ് ആണ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് കമ്പോണൻസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് റിയാക്ടൻസ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് അവിടുത്തെ എന്ന് പറയുന്നത്. അതിന്റെ എന്താണ്? നമ്മൾ കോൺസെൻട്രേഷൻ ആയിട്ട് അവിടെ എന്താണ്? ഡെൽറ്റ സി എന്ന് പറയുന്നത്. ഈ ഡെൽറ്റ സി എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഓർ റിയാക്ടന്റ് ആണ്. പ്രൊഡക്റ്റിന്റെയോ റിയാക്ടന്റിന്റെയോ എന്താണ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡെൽറ്റ സി എന്ന് പറയുന്നത്. അപ്പൊ അതാലോചിക്കണം എന്താണ്? കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആരുടെയൊക്കെ ആവാം? ഡെൽറ്റ സി എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ of reactants or product. റിയാക്ടൻസിന്റെയോ പ്രൊഡക്റ്റിന്റെയോ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡെൽറ്റ സി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷന്റെ എന്ത് കണ്ടുപിടിക്കാം? ഈ ഇക്വേഷന്റെ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഇക്വേഷന്റെ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ കണ്ടുപിടിക്കാനാണ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ആരൊക്കെ റിയാക്ടന്റ്? എ ഉണ്ട്, ബി ഉണ്ട്. എക്കും ബിക്കും ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ ഉണ്ടാവുക? എ എന്ന് പറയുന്നതിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതിൽ എ എന്ന് പറയുന്ന ആളെ എന്ത് ചെയ്യുന്നു? ഡിസപ്പിയർ ചെയ്യുന്നു. എ എന്ന് പറയുന്ന ആളെ ഇല്ലാതാവുന്നു. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ, അതായത് റിയാക്ടന്റെ സൈഡിൽ നിന്ന് പ്രൊഡക്റ്റിന്റെ സൈഡിലേക്ക് വരുമ്പോൾ, അതായത് ആ റിയാക്ഷൻ നടക്കുമ്പോൾ എ എന്ന് പറയുന്നത് അവിടുന്ന് ഇല്ലാതെയാവുന്നു. എ എന്ന് പറയുന്നത് ഡിസപ്പിയർ ചെയ്യുന്നു. അപ്പൊ അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ ഓരോന്നിന്റെയും ആ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ എന്താണ്? റേറ്റ് ഓഫ് disappearance of A. Rate of disappearance of A is equal to എന്താണ്? Is equal to decrease in concentration of A divided by time taken. Decrease in concentration of A divided by time taken. അങ്ങനെയാണെങ്കിൽ B എന്തായിരിക്കും? Rate of disappearance of rate of disappearance of B എന്തായിരിക്കും എന്ന് പറഞ്ഞേ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി ഒന്ന് എഴുതി വെക്കുക. അപ്പൊ എന്താണ് വരിക എന്നുള്ളത്? എന്താ വരിക?
decrease in concentration of B divided by decrease in concentration of B divided by time taken. Time taken. അപ്പൊ നോക്കുക ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ ഈ രണ്ട് പേര് നോക്കിയേ ഡിഗ്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിഗ്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി. അപ്പൊ ഈ ഡിഗ്രീസിംഗ് എന്ന് പറയുന്ന വേർഡ് ഈ ഡിഗ്രീസിംഗ് എന്ന് പറയുന്ന വേർഡ് വരുമ്പോ ഇവിടുത്തെ ചേഞ്ച് എന്താണ് ഇവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഇനീഷ്യൽ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ കൂടുതലും ഫൈനലിലേക്ക് വരുമ്പോൾ കോൺസെൻട്രേഷൻ കുറവാണ് വരുന്നത്. അപ്പൊ അവിടുത്തെ ആ ചേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ ആ ഡിഗ്രീസിങ് കണ്ടുപിടിക്കുമ്പോൾ അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരിക. അതായത് ആ നെഗറ്റീവ് ആ ഡിഗ്രീസിങ് എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ആ ഡിഗ്രീസിങ് എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നത് കൊണ്ട് എപ്പോഴും ഇത് എന്താണ് നെഗറ്റീവ് സൈൻ ആയിരിക്കും വരിക. അതായത് നെഗറ്റീവ് എന്താണ് ഡിഗ്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൻ നെഗറ്റീവ് ഡിഗ്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡ് ബൈ ടൈം ടേക്കൻ എന്നാണ് നമ്മൾ ഇക്വേഷൻ എടുക്കുക കേട്ടോ. ദെൻ അപ്പൊ ഇത് എടുക്കുമ്പോൾ ഇതിന് നമുക്ക് എന്താണ് ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ എന്താണ് ഇക്വേഷൻ ആയിട്ട് എടുക്കുമ്പോൾ എന്തിനെ എഴുതാം is equal to negative d of concentration of A divided by dt. d of concentration of A divided by dt. ഇപ്പൊ നോക്കുക ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടൂല നമ്മളവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടുന്നിട്ട് ആ സ്ക്വയർ ബ്രാക്കറ്റിന് ഞാൻ എന്ത് പറഞ്ഞു കോൺസെൻട്രേഷൻ ഓഫ് എന്താണ് എ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ ആരാണോ എടുത്തിരിക്കുന്നത് ഏത് ടേമാണോ എടുത്തിരിക്കുന്നത് ആ ടേമിന്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ മൊളാരിറ്റി ആണ് രണ്ടും സെയിം ആണല്ലോ. അപ്പോ n/v എന്നാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അർത്ഥം എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എന്താണ് സൊല്യൂട്ട് ഇൻ എന്താണ് 1 ലിറ്റർ ഓഫ് എന്താണ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷന്റെ എന്താണ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാന്ന് പറയുന്നത് അതന്നെയാണല്ലോ മൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ് n/v എന്നാണ്. അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ആണ് നമ്മൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ചേഞ്ചിങ് എന്ന് കാണിക്കാൻ വേണ്ടി ഡി ഓഫ് എന്താണ് ഡി ഓഫ് എന്ന് പറയുന്നത് ഡി എന്താണ് ഓഫ് എ ആണ്. അതായത് എന്താണ് ഡിഗ്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് എ ആണ്. അതിന് നമുക്ക് എന്താണ് ഡെൽറ്റ നെഗറ്റീവ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്നും ഇൻഡിക്കേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. നെഗറ്റീവ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്ന്. അപ്പൊ അതുപോലെ ഇവിടെ എടുത്ത് നോക്കിക്കേ ഇവിടെ നമ്മൾ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ് ഡിഗ്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് ബി ആണ്. ഡിഗ്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഡി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എന്താണ് ബി ഡിവൈഡ് ബൈ ഡി ടി ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്താം നെഗറ്റീവ് ഡെൽറ്റ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡ് ബൈ എന്താണ് ഡെൽറ്റ ടി എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഡിഗ്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് ബി നമുക്ക് കിട്ടി. അത് വെച്ചിട്ട് എന്താണ് ടൈം ടേക്കണായിട്ട് നമ്മൾ റേഷ്യോ കണ്ടുപിടിച്ചു. അങ്ങനെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എയും റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബിയും കിട്ടി. ഇനി നോക്കുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് എന്താണ് റേറ്റ് കോഎഫിഷ്യൻസ് ഉണ്ട് അല്ലെ സോറി റിയാക്ഷൻ കോഎഫിഷ്യൻസ് ഉണ്ട്. റേറ്റ് കോഎഫിഷ്യൻസ് അല്ല റിയാക്ഷൻ കോഎഫിഷ്യൻസ് ഉണ്ട്. അപ്പൊ ഈ റിയാക്ഷൻ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് സോഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് ആണ്. ഈ സോഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് നമുക്ക് അവിടെ ഇടാനായിട്ട് പറ്റില്ല. ആ സോഷ്യോമെട്രിക് കോഎഫിഷ്യൻസുകളെ നമ്മൾ ഒപ്പം എന്ത് ചെയ്യണം റേറ്റ് ഓഫ് ദി റിയാക്ഷനിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ആ റേറ്റ് ഓഫ് ദി റിയാക്ഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ എടുക്കുന്ന സോഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും ഇവിടെ 1/a ആയിട്ട് വരും. അതുപോലെ അപ്പൊ ഇവിടെ എന്ത് വരും is equal to 1/a. ഇവിടെ എന്ത് വരും 1/b ആയിട്ട് വരികയാണ് ചെയ്യുക. അപ്പൊ ഇതാണ് എന്താണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ is equal to എന്താണ് നെഗറ്റീവ് 1/a എന്താണ് ഡിഗ്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇതാണ് നമ്മൾ എന്താണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എൻ ആൻഡ് റേറ്റ് ഓഫ് എന്താണ് ഡിസപ്പിയറൻസ് ഓഫ് ബി എന്ന് പറയുന്നത് ഈ ജനറൽ ഇക്വേഷനിൽ. അങ്ങനെയാണ് നമുക്ക് റേറ്റ് ഓഫ് എന്താണ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു. റിയാക്ടൻസിന് മാത്രമല്ലല്ലോ അവിടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ഉണ്ടാവുന്നത്. ആരുടെയും എടുക്കാന്ന് പറഞ്ഞു നമ്മൾ പ്രൊഡക്റ്റിന്റെ എടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ പ്രൊഡക്റ്റ് ഇവിടെ എന്താ ഉണ്ടാവുന്നത് പ്രൊഡക്റ്റ് റിയാക്ടൻസ് സൈഡിൽ പ്രൊഡക്റ്റ് ഇല്ല അല്ലെ. ഇനീഷ്യലി പ്രൊഡക്റ്റ് അവിടെ ഇല്ല. അവനെന്ത് ചെയ്യണം അവനെ പിന്നീട് അവൻ റിയാക്ഷൻ നടക്കുമ്പോൾ അത് അപ്പിയർ ചെയ്യാണ് അത് അപ്പിയറൻസ് ചെയ്യാണ് അവിടെ. അപ്പൊ നമുക്ക് അത് എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് എന്താണ് സി. റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി is equal to എന്തായിരിക്കും വരെ ഇവിടെ ഡിക്രീസിംഗ് ആണ് വരിക. അപ്പൊ അവിടെ എന്ത് വരും ഇൻക്രീസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൻ. നോക്കുക ഇവിടെ ഇൻക്രീസിംഗ് എന്ന് പറയുന്ന ഒരു വേർഡാണ്
അതായത് കോൺസെൻട്രേഷൻ കൂടി വരികയാണ്. ആ കോൺസെൻട്രേഷൻ കൂടി വരുന്ന ഇത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് എപ്പോഴും പ്ലസ് സൈൻ ആയിരിക്കും. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. പ്ലസ് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ആണ്. അത് നമുക്ക് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് വരിക? പ്ലസ് എന്താണ് ഡി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എന്താണ് സി ഡിവൈഡഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഡെൽറ്റ സി ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടി. അപ്പൊ നോക്കുക, അവിടെ പോസിറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ആണ് ഇത് വരിക, ഇൻക്രീസിംഗ് ആണ് വരുന്നത്, അപ്പൊ പോസിറ്റീവ് ആണ് വരിക. ഇനി എന്തായി കോയിഫിഷ്യന്റ് ഉണ്ടല്ലോ, കോയിഫിഷ്യന്റ് എന്തായിട്ടാ വരിക? കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് 1/c ആയിട്ടാണ്. കോയിഫിഷ്യന്റ് എന്തായിട്ട് വരിക? 1/c ആയിട്ടാണ്. അപ്പൊ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി ഇസ് ഈക്വൽ ടു എന്താണ്? പോസിറ്റീവ് 1/c ഡി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡ് ബൈ ഡി ടി എന്നാണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്താണ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ഡി എഴുതാൻ നമുക്ക് എന്താണ്? റേറ്റ് ഓഫ് appearance of D is equal to എന്താണ്? പോസിറ്റീവ് increase in concentration of D divided by time taken is equal to plus 1/d concentration of D divided by dt is equal to plus 1/d delta d by delta t. അപ്പൊ ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിസപ്പിയറൻസ് ഓഫ് ഡി എന്ന് പറയുന്നത്. അപ്പോ ഒരേ ആളെ തന്നെയാണ് അല്ലെ നമുക്ക് പറഞ്ഞു, എന്താണ് ഒരേ ആള് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് എന്താണ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ജനറൽ ഇക്വേഷന്റെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഏയുടെ ടേംസിലാണ് നമ്മൾ പറയുന്നത് എങ്കിൽ എന്തായിരിക്കും? ഇതായിരിക്കും അവന്റെ റേറ്റ് ഓഫ് എന്താണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ബിയുടെ ടേംസിലാണോ പറയുന്നതെങ്കിൽ എന്തായിരിക്കും? രണ്ടാമത്തെ ആയിരിക്കും അവിടുത്തെ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷന്റെ ഓരോ ആള് വരുമ്പോഴും റേറ്റ് വ്യത്യാസം വരുമോ? ഇല്ലല്ലോ. ആ റിയാക്ഷൻ ഒരേ റേറ്റിലല്ലേ നടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ എങ്ങനെയായിരിക്കും? ഇവരൊക്കെ ഈക്വൽ ആയിരിക്കും വരിക. അപ്പൊ ആ ഇത് ഈക്വേറ്റ് ചെയ്ത് പറയുന്നത് റേറ്റ് ഓഫ് എന്താണ് റിയാക്ഷൻ, റേറ്റ് ഓഫ് റിയാക്ഷൻ, റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ. ഈ ജനറൽ ഇക്വേഷന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുക എങ്ങനെയാണ് നോക്കുക. -1/a dA by dt is equal to -1/b dB by dt is equal to 1/c dC by dt is equal to 1/d dd by dt. ഇതാണ് the rate of equation for the general reaction. എന്താണ് rate of equation? ഈ ഇക്വേഷൻ അല്ലെങ്കിൽ rate of reaction for this general equation. ഈ general equation അല്ലെങ്കിൽ general reactionന്റെ rate of the reaction എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതാനായിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു ജനറൽ കണ്ടീഷൻ ആണ്. ഇവിടെ എന്താണ് സ്മോൾ ലെറ്റർ എ ബി സി ഡി എന്ന് പറയുന്നത് എന്താണ്? സോഷ്യോമെട്രിക് കോഎഫിഷ്യന്റുകളാണ്. അപ്പൊ ഈ സോഷ്യോമെട്രിക് കോഎഫിഷ്യന്റുകൾ ആയിരിക്കും എന്താണ് ഇവിടെ റെസിപ്രോക്കൽ ആയിട്ട് നമ്മൾ എടുത്ത് എഴുതുന്നത് കേട്ടോ. ഇനി നോക്കാം, ഇവിടെ ഒരു കണ്ടീഷൻ ഉള്ളതെന്ന് പറയുന്നത് ഒരു സോഷ്യോമെട്രിക്കലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇക്വേഷന്റെ ആണ് എപ്പോഴും നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു എന്താണ് റേറ്റ് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുക. എപ്പോഴും എന്താ നോക്കണം? സോഷ്യോമെട്രിക്കലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇക്വേഷൻ ആണോ അത് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട്. എന്ന് പറയാറുണ്ട് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോ പ്രീവിയസ് ഇയറിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു 25% ഓഫ് ഈ ചാപ്റ്ററിൽ തന്നെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് വരാറുണ്ട്. അപ്പൊ റേറ്റ് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് വരാറുണ്ട്. അപ്പൊ ഇതെന്താണ്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ വരുമ്പോ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇതെന്താണ്? ഇതിന്റെ പേരെന്താണ്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ പറയുന്നത്. ഇനി ഇത് വെച്ചിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. പ്രീവിയസ് ഇയറിൽ
വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളതാണ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചു ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് റിയാക്ഷന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാന്നുള്ളത് പഠിച്ചു. അപ്പൊ അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് പ്രോബ്ലം ആയിട്ട് നോക്കുക. For a reaction 1/2A gives 2B, rate of disappearance of A related to the rate of appearance of B by the expression എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോ എന്താണ് ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ വലുതാക്കി എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ വളരെ സിമ്പിൾ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നോക്കുക, എന്താണ് ഇതില് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അതിന്റെ എക്സ്പ്രഷനിലാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ്പ്രഷനിലാണ് കണ്ടുപിടിക്കുന്നത്. ഒരു കണ്ടീഷൻ കൂടി എന്താണ്? റിലേറ്റഡ് ടു ദ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ബി. ബിയുടെ എന്താണ് റേറ്റ് ഓഫ് അപ്പിയറൻസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് എന്ത് കണ്ടുപിടിക്കണം? എയുടെ എന്താണ് ഡിസപ്പിയറൻസിന്റെ റേറ്റ് കണ്ടുപിടിക്കാണ് വേണ്ടത്. അപ്പോ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാല് സൈഡില് ആ തന്നിരിക്കുന്ന റിയാക്ഷന്റെ എന്ത് എഴുതി വെക്കുക? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ എഴുതി വെക്കാം. അങ്ങനെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈ റിയാക്ഷൻ എഴുതി വെക്കുമ്പോൾ എന്താണ്? മൈനസ് 1/1/2 ആണ് അല്ലെ. സോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് എ എന്താ വന്നിരിക്കുന്നത്? 1/2 ആണ്. അപ്പൊ അത് 1/1/2 is equal എന്താണ്? d of a by dt equal to എന്ത് വന്നു? 1/2 dB by dt വന്നു. ഇപ്പൊ നോക്കാം, നമുക്ക് ഈ നെഗറ്റീവ് ഇവിടെ ഡിസപ്പിയറൻസ് ആയി കണ്ടിട്ടതാണ്. ഇവിടെ എന്താണ്? പോസിറ്റീവ് ആണ് വരിക. പോസിറ്റീവ് സൈൻ നമുക്ക് ഇടേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. പോസിറ്റീവ് സൈന് ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇട്ടാലും എന്താണ്? തെറ്റൊന്നും അല്ല കേട്ടോ. ചില കേസിൽ പോസിറ്റീവ് ഇട്ട ഒരു ഓപ്ഷൻസ് വരും. ഇനി പോസിറ്റീവ് ഇടേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അവിടെ 1/2 നമുക്ക് സാധാരണ എഴുതിയാൽ മതി. ഇനി ഇതിനെന്താണ്? റെസിപ്രോക്കൽ മാറി വരുമ്പോ എന്ത് വന്നു? 2dA by dt is equal to 1/2 dB by dt എന്ന് പറയും. 1/2 dB by dt കിട്ടി. ഇനി 2 നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്താണ്? dA by dt. അതായത് എന്താണ് ഡിസപ്പിയറിംഗ് റേറ്റ് ഓഫ് എന്താണ്? എ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഈ ഒരു ഭാഗം മാത്രം കണ്ടുപിടിക്കണം. ഈ 2ന്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? മൈനസ് dA by dt ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. എന്താ കണ്ടുപിടിക്കുന്നത്? മൈനസ് dA by dt ആണ്. അതാണല്ലോ ഡിസപ്പിയറൻസ് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഈ സോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് അങ്ങോട്ട് താഴേക്ക് പോകുമ്പോ എന്ത് വന്നു? 1/4 dB by dt വന്നു. കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ dt എന്ന് വന്നു. അപ്പൊ ഇത് ഏതാ ഓപ്ഷൻ ഇവിടെ? മൈനസ് dA by dt is equal to 1/4 dB by dt ആണല്ലേ ഓപ്ഷൻ. ഓക്കെ, ഗുഡ്. അപ്പൊ എന്താണ് നമ്മുടെ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അപ്പോ എന്താ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ? ഇപ്പൊ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഈ 1/2 ഇങ്ങോട്ട് കൊണ്ടുപോയി തന്നെ എന്ത് കിട്ടും? dA by dt എന്നുള്ളത് ആ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതിപ്പോ ഫസ്റ്റ് ആയതുകൊണ്ടാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഒന്ന് എന്താണ് എഴുതി ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. ഇനി എന്താണ് വേറെ ടൈപ്പിൽ ഇത് ചോദിക്കാറുണ്ട്. അടുത്തത് നമുക്ക് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം.